ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഈ ഔട്ട്ഫിറ്റും എൻ്റെ എന്താ പറയുക ഈ ബ്ലൗസും എൻ്റെ ഈ വള്ളകളൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു, ഇതൊരു വിഷു സ്പെഷ്യൽ മേക്കപ്പാണ്. അപ്പോൾ തുടങ്ങാം. ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല, വെറും 4 മിനിറ്റിലുള്ള കാര്യങ്ങൾ തീർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഡെർമാക്കോയുടെ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഒരു ഓയിലി സ്കിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ കേട്ടോ ഇത്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുക കേട്ടോ. എൻ്റെ ഫേസിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, സ്കാർസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് നൈസായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളത് കൈ കൊണ്ടാണ് കേട്ടോ സ്മച്ച് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ്, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ വെറും 2 ഡ്രോപ്സാണ് ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ അതിനെ കാരണം നമ്മൾ ഇത് വേർത്തൊലിക്കാതിരിക്കേണ്ടാണ് നമ്മൾ സെറ്റിംഗ് പൗഡർ സെറ്റാക്കുന്നത്. ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ ഐബ്രോ ഫില്ലിങ് ആട്ടോ. ഒരുപാട് എക്സ്ട്രാ ഡ്രമാറ്റിക് ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല, നമ്മുടെ ഉള്ള ഐബ്രോ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഡാർക്കൻ ആക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഫിഫ്ത്ത് സ്റ്റെപ്പ്, നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ക്രീസിൽ നമ്മുടെ സ്കിന്നിനോട് ചേർച്ചുള്ളൊരു കളറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. പിന്നെ ഈ ഐബോൾ വരുന്ന ഏരിയയിൽ ഒരു ലൈറ്റ് പിങ്കാണ്, അതും ഒരുപാട് കട്ടിക്കെടുക്കുന്നില്ല, നൈസ് ലൈറ്റായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ കോർണറിലൊന്ന് ജസ്റ്റ് നൈസായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടാമതെടുത്ത ഐ ഷാഡോ ഷെയ്ഡ് പിങ്ക് ഉണ്ടല്ലോ, ആ പിങ്ക് ആട്ടോ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിക്സ്ത് സ്റ്റെപ്പ്, നമ്മൾ കണ്ണെഴുതാൻ പോകട്ടോ. ഞാൻ ഒരു ജെൽ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. കണ്ണിൻ്റെ മുകളിൽ ഫസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുക, ശേഷം നന്നായിട്ട് സ്മജ് ചെയ്യുക. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ ഞാൻ കണ്ണെഴുതുന്നുള്ളൂ, ഉള്ളിൽ എഴുതുന്നില്ല. ദെൻ ഒരു മസ്കാര ഇട്ടിട്ട് 2-3 കോട്ട് വരയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ദെൻ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലിപ്പ് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഏത് കളർ ലിപ്സ്റ്റിക്കാണോ ഇടുന്നത് അതിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ലിപ്പ് വരയ്ക്കാൻ എടുക്കേണ്ടത് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ ഈ ബ്ലഷ് ഇടലും ഹൈലൈറ്റിങ് ചെയ്യലും. ലൈറ്റായിട്ടാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. ദെൻ ആ ബ്ലഷ് ഇട്ട ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ ഹൈലൈറ്ററും യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷിൻ്റെ തല മാറ്റി പിടിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ലുക്ക് ആകുമ്പോൾ പൊട്ട് മസ്റ്റാണല്ലോ അല്ലേ. ഞാനൊരു ഗ്രീൻ കളർ പൊട്ടാണ് കേട്ടോ ആദ്യം ഇട്ടത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മുഖം ഒന്ന് ഡിമ്മായി, ആ കളർ പൊട്ട് എനിക്ക് തീരെ മാച്ചില്ലെന്ന് തോന്നി. ദെൻ ഞാനൊരു റെഡ് കളർ പൊട്ടിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഓക്കെ തോന്നി. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് കളറാണ് പൊട്ട് എനിക്ക് മാച്ചായി തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു കമ്മൽ, ഇങ്ങനത്തെ ഒരു മാല. അപ്പോൾ ഗൈസ്, നമ്മുടെ മേക്കപ്പും ഓർണമെൻറ്റ് സെറ്റിങ്ങും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് മുടി ഒന്ന് കെട്ടാണ്ട് കേട്ടോ. മുടി ഞാൻ ഒരു മെസ്സി ബ്രൈഡാണ് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് സൈഡിലേക്കിട്ട് മുടങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് വലിക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് മടഞ്ഞിട്ട മുടിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കണിക്കൊന്ന പൂവിനെ വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഹൈലൈറ്റിങ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഗൈസ്, ഇതായിട്ട് നമ്മളെ കംപ്ലീറ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ സനി. അപ്പോൾ ടാറ്റാ.